എന്താ ഒരു പുച്ഛം? നല്ല ഒന്നാം തരോട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. അമ്മേ, നമുക്ക് കുഞ്ഞിനെ വല്ല ഡാൻസ് സ്കൂളിലും ചേർക്കാം. അതൊന്നും ശരിയാവത്തില്ല. ഈ കണ്ടവന്മാരൊന്നും പഠിപ്പിച്ചാൽ ശരിയാവത്തില്ല. അല്ല, ആ സ്കൂളിൽ കൊടുക്കുന്ന പീസ് എനിക്ക് തന്നാ മതി, ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം. ഡാൻസ്, പ്രേമ നൃത്തം, നാടോടി നൃത്തം, ദപ്പാങ്കൂത്ത്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്ന് വേണ്ട എല്ലാ ഡാൻസും എനിക്കറിയാം. നോക്കിയോ, ഇതാണ് തരികിട നാട്യം. നോക്കിയോ, ഇത് നല്ല ഒന്നാം തരോട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. എനിക്ക് അച്ഛമ്മയുടെ ഒരു നാട്യവും പഠിക്കണ്ട. എന്താ എന്റെ നാട്യത്തിന് കുഴപ്പം? തഞ്ചാവൂരിലും നാഗപട്ടണത്തിലും ഒക്കെ പോയി നൃത്തം ചെയ്തിട്ടുള്ളവളാ ഈ കൊച്ചമ്മണി. എന്നെ പഠിപ്പിക്കാൻ വരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, താഴെ കിടന്ന് വളർന്നോളണം, കേട്ടല്ലോ? രാധമ്മ വലിയ മനസ്സലിവുള്ളവളാ. എന്താ എനിക്കില്ലാത്തതും അതാ. അല്ല, എന്തെങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചോണ്ടിരുന്നേ? പഴയ കാര്യങ്ങളാ രാധമ്മേ. കട്ടിയേറിയ അനുഭവങ്ങളിലൂടെ അല്ലേ കടന്നു വന്നത്. ഞാൻ രാധമ്മയെ പോലെയല്ല. ഞാൻ എന്റെ മൂപ്പർക്ക് ഒരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല. അല്ല, അതിന്റെ കാരണം എന്താ? പുള്ളി ഒരു മണകൊണാഞ്ചനായിരുന്നു, ഒരു പിടിപ്പുമില്ല. മനുഷ്യരെ എല്ലാരും അങ്ങേരൊക്കെ പേടിയായിരുന്നു. ഉള്ളത് പറയണമല്ലോ, ഏറ്റവും കൂടുതൽ പേടി എന്നെ. അല്ല, എന്റെ അമ്മ പറഞ്ഞു തന്ന ഉപദേശമാണ് കെട്ടിയവനെ വരച്ച വരയിൽ നിർത്തണമെന്ന്. എന്റേത് കുറച്ച് കൂടുതലായിരുന്നു. ഓർക്കുമ്പം ചെറിയൊരു വിഷമം. പശുവിനെ പോലെ ഇപ്പൊ അയവിറക്കുന്നത് അതൊക്കെ തന്നെയാ. വരച്ചു കഴിഞ്ഞ മോളെ? ഇപ്പൊ തീരും. ധൃതി വെക്കണ്ട, പതുക്കെ മതി കേട്ടോ. അമ്മാവാ, ഞാൻ വരച്ചു കഴിഞ്ഞു. ആഹാ, കൊള്ളാലോ. കൺഗ്രാചുലേഷൻസ്. ഇതിന് 10ല് 10 മാർക്ക്. ഐഷു കുട്ടിക്ക് ചോക്ലേറ്റ്. ഹായ്, താങ്ക് യു ആന്റി. ശരി, പൊയ്ക്കോ. രാജു, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ മേഡം? രാജു എന്റെ അച്ഛനെ ഫോളോ ചെയ്തതാണോ അതോ എന്നെ ഫോളോ ചെയ്തതാണോ? എന്നോട് ഇഷ്ടമില്ലാത്തവരെ ഫോളോ ചെയ്യേണ്ട കാര്യം എനിക്കെന്താ മേഡം? പിന്നെ എന്നെ തിരക്കി എന്റെ പുറകെ വന്നത് എന്തിനാ? ഞാൻ മാഡത്തെ തിരക്കിയല്ല വന്നെന്ന് പറഞ്ഞല്ലോ. എങ്കിൽ ഞാൻ പോയ അതേ സ്പോട്ടിലേക്ക് രാജു വന്നല്ലോ. അതെന്തിനാണെന്നാ ചോദിച്ചത്. വർമ്മ സാറ് ടെൻഷനോട് പോകുന്നുണ്ടപ്പോ കാര്യം അറിയാൻ ഞാൻ പിന്നാലെ പോന്നതാ. അച്ഛനും മകളും കൂടെ ഒരേ സ്ഥലത്ത് വന്ന് ചേരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഇനി ഒരു ഭാര്യയായിട്ട് അംഗീകരിക്കാത്ത ആള് എന്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് എന്തിനാണെന്നാ എനിക്കറിയേണ്ടത്. ഭാര്യയായിട്ട് അംഗീകരിക്കാനാണല്ലോ മാഡം മാഡത്തെ ഞാൻ താലിയിട്ടത്. വെറുതെ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് വെച്ച് അവൾ അയാളുടെ ഭാര്യയാകൂ? ഭാര്യയ്ക്ക് അവളുടേതായ ചില അവകാശങ്ങളില്ലേ, ആഗ്രഹമില്ലേ? അതോ ഭാര്യയെന്ന് വെച്ച വേറൊരു മരപ്പാവയാണെന്നാണോ കരുതിയിരിക്കുന്നത്? മാഡം, ഞാൻ കഴുത്തിൽ തൊടലിട്ട് കൂട്ടിലടച്ച് മനുഷ്യർ പെറ്റ്സിനെ വാങ്ങി വളർത്താറുണ്ട്. ഞാൻ അത്ര ഒരു ജീവിയാണെന്ന് രാജു കരുതിയോ? ആണും പെണ്ണും ഒരുപോലെ മനുഷ്യരാ. തുല്യ അവകാശം, തുല്യ നീതി. അത് കിട്ടിയില്ലെങ്കിൽ ഏത് പെണ്ണും പൊട്ടിത്തെറിക്കും. മാഡം,
മാഡം എന്നോട് ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക, സത്യം എന്താണെന്നറിയാതെ. ആ യുദ്ധം മാഡം അവസാനിപ്പിച്ചില്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ. ഭാര്യയായ എന്നെ രാജു ജീവന് തുല്യ സ്നേഹിക്കുന്നു എന്ന് തുറന്നു പറയാതെ പഴുതാര അളിയന്റെ അമ്മയായിരിക്കും. അല്ല, നിങ്ങളെ കുത്താതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു സഹായത്തിന് ഒരുമ്പെട്ടതാ. ഇത്രയും പ്രായമായിട്ട് ഒരു മാനവും മര്യാദ ഇല്ല അളിയന്റെ അമ്മയ്ക്ക്. അല്ലേ, ഞാൻ എന്ത് മര്യാദയുടെ കാണിച്ച്? പഴുതാരയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനൊന്ന് ശ്രമിച്ച്, അല്ലേ അതിപ്പോ കുറ്റമായ? പറയുന്ന കേട്ടാത്തൊന്നും രാജവെമ്പാലിൽ നിന്നാ ഞങ്ങളെ രക്ഷിക്കാൻ നോക്കിയത്. ഈ കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യരുതെന്നത് 100 വട്ടം ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ചെയ്തു പോവും. ഞാൻ അങ്ങനെ ആയി പോയില്ലേ? വീണടുത്ത് കിടന്ന് വിദ്യ കാണിക്കല്ലേ. അളിയന്റെ അമ്മയെ എനിക്ക് ശരിക്കും അറിയാം. എന്റെ അടുത്ത് നിങ്ങളുടെ അഭ്യാസം കൊണ്ട് വന്നേക്കരുത്, പറഞ്ഞേക്കാം. എന്റെ പൊന്നുമോനെ, രാജമോനെന്ന് വെച്ചാ എനിക്ക് ജീവനാ. അത് എന്റെ മോനോട് എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ടായിരിക്കും. മോനോട് എനിക്ക് ഇത്രയും ഇഷ്ടം വരാൻ കാരണം